അതായത് അവിടെ ആളുകൾ ഇവർ കടക്കുമായിരുന്നു ഈ ചെടികൊണ്ട് കയറിയിട്ട്. അങ്ങനെയാണ് ആളുകൾ ശ്രദ്ധയപ്പെടുന്നത്. ഒരുപാട് നേരിട്ട് അങ്ങനെ കടക്കുന്ന കണ്ടപ്പോൾ ശ്രദ്ധിച്ചാണ്. മലപ്പുറം മങ്കടയിൽ പന്തല്ലൂർ ഹിൽസ് വ്യൂവിലാണ് വലിയൊരു അപകടമുണ്ടാകുന്നത്. ഇടിമിന്നലേറ്റ് 4 പേർ മരിച്ചു. 7 പേർക്കാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. 4 പേർ മരിച്ചു. 3 പേർ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പ്രധാനമായും നമുക്കറിയാം ഇടിമിന്നൽ ആ ഒരു ഹിൽസ് വ്യൂ പോയിന്റിലാണ് ഈ ഒരു അപകടം നടന്നത്. അത് അവിടെ കാണാനായി ഈ കാഴ്ച കാണാനായി അതോടൊപ്പം തന്നെ വിശ്രമിക്കാനായി എത്തിയതായിരുന്നു ഈ 4 ചെറുപ്പക്കാർ. അവരാണ് ഇപ്പോൾ മരിച്ചത്. മറ്റ് 7 പേരുണ്ടായിരുന്നു. ആകെ 7 പേരുണ്ടായിരുന്നു. 4 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. ബാക്കി 3 പേർ സാരമായി പരിക്കേറ്റ് ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ചോദിച്ചോടുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇടിമിന്നലേറ്റതാണ് സംഭവം. എപ്പോഴായിരുന്നു? ഒരു 5-നും 5:30 ഇടയ്ക്കാണ്. ആ സ്ഥലം ആളുകൾ ഇങ്ങനെ ഇരിക്കാൻ പോകുന്ന സ്ഥലം തന്നെയായിരുന്നു. അവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഉള്ള സ്ഥലമാണ്. ആളുകളൊക്കെ എപ്പോഴും അവിടെ ഉണ്ടാവാറുണ്ട്. അവിടെ ഇതിങ്ങനെ ഈ ശബ്ദം കേട്ട് എങ്ങനെയാണ് അവിടെ ആളുകളുണ്ട് എന്ന് മനസ്സിലായി? അതായത് അവിടെ ആളുകൾ ഇവർ കടക്കുമായിരുന്നു ഈ ചെടികൊണ്ട് കയറിയിട്ട്. അങ്ങനെയാണ് ആളുകൾ ശ്രദ്ധയപ്പെടുന്നത്. ഒരുപാട് നേരിട്ട് അങ്ങനെ കടക്കുന്ന കണ്ടപ്പോൾ ആളുകൾ ശ്രദ്ധിച്ചാണ്. എത്ര പേരാണ്? അവർ 7 പേരാണ് മൊത്തത്തിലുണ്ടായിരുന്നത്. 6 പേര് അപ്പം അവിടുന്ന് കൊണ്ടുവന്നു. ഒരാൾ താഴെ പോയിരുന്നു. അയാളെ പിന്നെയാണ് രണ്ടാമത് ഇപ്പം ഇവിടുന്ന് ആളുകൾക്ക് ബോധം വന്നപ്പോഴാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. 4 പേരുടെയും മരണം. ഇവർ ഈ നാട്ടിൽ ഈ സമീപ പ്രദേശത്തുള്ളവരാണോ? എല്ലാവരും ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളാണ്. ഇപ്പോൾ എപ്പോഴാണ് നിങ്ങൾ ഈ അപകടമുണ്ട് എന്ന് അറിഞ്ഞത്? എനിക്ക് ഫാം ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ ആ ഫാമിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടതാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ഒരു 3 വണ്ടിയിലായിട്ടാണ് അവരെ ഫസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവരൊക്കെ അറിയുന്നവരാണ്? അതെ അറിയുന്നവരാണ്. കണ്ട് അറിയുന്നതാണ്. എല്ലാവരെയും കണ്ടിട്ടുള്ളതാണ്. ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായത്. വലിയ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 7 പേർ അപകടത്തിൽപ്പെടുന്നു. അതിൽ 4 പേർ മരിക്കുന്നു. ഇവർ കുറേ സമയം അനങ്ങാതെ കിടക്കുന്നത് കണ്ടാണ് ഈ ആളുകൾ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീടാണ് ഇവർക്ക് ഇടിമിന്നലേറ്റതെന്ന് മനസ്സിലാകുന്നു. ഉടൻ തന്നെ 6 പേരെ, ഒരാൾ തെറിച്ച് താഴോട്ട് വീഴുന്നു. 6 പേരെ ഇവർ ആശുപത്രിയിലേക്ക് നാട്ടുകാരെത്തിക്കുന്നു. അതിൽ 4 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. 2 പേർ, ഈ മരിച്ചവരല്ലേ, ഇവരെല്ലാവരും ഈ സമീപ പ്രദേശത്തുള്ളവരാണ്. ഈ 4 പേരുടെ മരണം ആ സമയത്ത് തന്നെ സ്ഥിരീകരിക്കുന്നു. 2 പേർക്ക് സാരമായി പരിക്കേറ്റുന്നു. പിന്നീട് താഴെ വീണ ഒരാൾ പിന്നീട് ഈ നാട്ടുകാരും ബന്ധപ്പെട്ടവരും അവരെ രക്ഷപ്പെടുത്തി ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കാണുന്നത് എന്താ വെച്ചാല് ഇപ്പൊ അവിടെ ഉള്ളൊക്കെ ഇപ്പൊ ഈ തൽക്കാലം ഇപ്പോ ഈ കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടേഴ്സ് ഉള്ളൂ. സീനിയർ ഡോക്ടേഴ്സ് അവർ എത്തിക്കാണുന്നില്ല അവിടെ. ഇതൊക്കെ ഗൗരവമായിട്ട് പരിശോധിക്കണം. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ട് സീനിയർ ഡോക്ടേഴ്സ് ആരും വരാത്തെന്നുള്ള പരിശോധിക്കണം. അപ്പോൾ അവിടെ ആര് വന്നാലും ആ 2 ഡോക്ടർമാരും കുറച്ച് സിസ്റ്റേഴ്സും മാത്രമേ അവിടെ ഉള്ളൂ. അല്ല, ഇടിമിന്നലാണ്. ഇടിമിന്നൽ പറ്റിയിട്ടുള്ള മരണമാണ്. ചിലരൊക്കെ ആ പാറിന്റെ മുകളിൽ നിന്ന് മറ്റ് വീണിട്ട് അതിൻ്റെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ വളരെ പ്രയാസകരമായുള്ള സ്ഥിതിയാണ്. ഇപ്പോൾ 3 പേര് ചികിത്സയിൽ തുടരുന്നുണ്ട്. അവരെ ഇവിടുന്ന് റെഫർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ആലോചിക്കുന്നുണ്ടോ? ഒന്നും പറഞ്ഞില്ല. ആരെങ്കിലും സീരിയസ് ആയിട്ട് അവിടെ വേണ്ട. അവരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിൻസിപ്പൽ ചെയർമാൻ അവരെ പ്രിൻസിപ്പളും മറ്റും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ അതിനെക്കുറിച്ച് ഇല്ല, ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. മരണം കഴിഞ്ഞവർ സ്ഥിരീകരിച്ച് ഇനിയിപ്പോൾ അവരെ തൽക്കാലം മാറ്റണമല്ലോ. ഇപ്പോൾ പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടക്കില്ല എന്നാണ് പറഞ്ഞത്. വൈകിട്ട് 2 കുട്ടികൾ വേറെ മരണപ്പെട്ടിരുന്നു. അപ്പോഴും ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്താൻ പോലീസ് സർജൻ മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നാളേക്കെന്ന് പറഞ്ഞ് വെച്ചതാണ്. അപ്പോൾ അതിനുള്ള പ്രത്യേക സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഇതൊരു 4-ലധികം മരണം സംഭവിച്ച കേസല്ല. 4 മരണം സംഭവിച്ച കേസല്ല. അപ്പോൾ ഇന്ന് രാത്രി പോസ്റ്റ്മോർട്ടം നടത്താനുള്ള അല്ല, അതിനുള്ള പ്രത്യേക സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരോട്. പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടി പറഞ്ഞു.